ശുഭകരമായ ഒരു വാർത്തയ്ക്ക് തന്നെയാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുന്റെ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുന്നത്. എത്രയും വേഗം ഇതിനൊരു അന്ത്യമുണ്ടാകണമെന്നും അർജുനെ കണ്ടെത്താതെ പിന്തിരിയില്ലെന്നുമാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. കണ്ണീർ തോരാത്ത 7 നാൾ അർജുന്റെ കുടുംബത്തിനത് പ്രത്യാശയും നിസ്സഹായതയും ഒരുപോലെ വേട്ടയാടിയ ദിനങ്ങൾ. സഹോദരി അഞ്ജു ഊർജത്തോടെ സംസാരിക്കുന്നത് മുഴുവൻ കുടുംബത്തിനു വേണ്ടി. കാത്തിരിപ്പാണ് കണ്ണാടിക്കലിൽ അർജുനായി കുടുംബവും നാട്ടുകാരും. നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. വിഷമല്ലായിട്ടോ കരയാഞ്ഞിട്ടോ കണ്ണുനീരില്ലാഞ്ഞിട്ടോ അല്ല, ഇപ്പൊ ഒക്കെ വറ്റി എല്ലാം. നമ്മൾ വേറൊരു അവസ്ഥയിലാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പരിശോധന തുടരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സൈന്യത്തിലും റഡാർ സംവിധാനത്തിലും വിശ്വാസമുണ്ടെന്നും മണ്ണ് മുഴുവൻ നീക്കിയെന്ന കർണാടക റവന്യൂ വകുപ്പിന്റെ പ്രതികരണത്തിൽ വിശ്വാസമില്ലെന്നും അഞ്ജു പറഞ്ഞു. ഇന്ത്യൻ ആർമിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരൊരു ദൗത്യം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ആവുന്നവരെ അവർ പ്രയത്നിക്കുന്നുള്ള നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സർക്കാർ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഇന്നലെ പല ഇതിലും കേട്ടു. ഒരുപാട് മണ്ണ് നീക്കി കഴിഞ്ഞു, പക്ഷെ മണ്ണൊക്കെ ഇനിയും അവിടെ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ നിന്ന് വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിനായി അങ്കോലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ വേദനാജനകമായ കാത്തിരിപ്പിന് ഇനിയും അന്ത്യമുണ്ടായിട്ടില്ല. ഇനിയും കാത്തിരിക്കാൻ തങ്ങൾക്ക് ശക്തിയില്ലെന്നും എത്രയും വേഗം ഇത് അവസാനിക്കണമെന്നുമാണ് കുടുംബം പറയുന്നത്. കോഴിക്കോട് നിന്നും ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.